പേര് സുജിഷ വിനീഷ്. ഇതെൻ്റെ ഹസ്ബൻഡ്, മോള് വൈഗ, മോൻ വികാസ്. ഞങ്ങൾ വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയ്ക്കടുത്ത് താബോർ എന്ന സ്ഥലത്ത് നിന്നാണ്. ഇന്ന് ഈ കാണുന്ന സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി ഈ അൾത്താരയിൽ കയറി നിൽക്കുവാനുള്ള ഭാഗ്യം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ നന്ദി പറയുന്നു. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഇന്ന് ഈ അൾത്താരയിലൂടെ ഞാൻ ലോകത്തിലെ ലക്ഷം ജനങ്ങളോട് എൻ്റെ തിരുകുമാരനെ പറ്റി ഏറ്റുപറയുകയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അനുഗ്രഹത്തിലൂടെ എനിക്ക് ലഭിച്ച സാക്ഷ്യങ്ങൾ ഞാനിവിടെ പറയുകയാണ്. എനിക്ക് ഒരു തയ്യൽ കടയായിരുന്നു. ഞാനവിടെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ അധികവും ക്രൈസ്തവരായ ആൾക്കാരാണ് അവിടെ വന്നിരുന്നത്. അവർ അധികവും മാതാവിനെ പറ്റിയും ഈശോയെ പറ്റിയും എന്നോട് പറയുമായിരുന്നു. അങ്ങനെ എൻ്റെ സുഹൃത്തായ ഒരു ബിൻസി ചേച്ചി അവിടെ വരികയും കൃപാസന മാതാവിനെ പറ്റി എന്നോട് പറയുകയും ചെയ്തു. 40 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതകളുമായി മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് ചേച്ചി എന്നോടിങ്ങനെ പറയുന്നത്, മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറുമെന്ന്. ചേച്ചി എനിക്കൊരു കാശ് രൂപവും പത്രവും തന്നു. ആ കാശ് രൂപം മുറുകെ പിടിച്ച് ഞങ്ങൾ കുടുംബസമേതം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓരോ ദിവസങ്ങൾ കടന്നു ചെല്ലുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലും ജീവിത രീതികളിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു. ഞങ്ങൾക്ക് കൂടുതൽ വിശ്വാസമായി. ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഈ പുണ്യഭൂമിയിലേക്ക് വരുവാൻ തീരുമാനിച്ചു. പക്ഷേ അതിലൊരു തെറ്റുണ്ടായി ഞങ്ങളുടെ ഭാഗത്തു നിന്ന്. ഞങ്ങൾ കള്ളത്തരം പറഞ്ഞാണ് വീട്ടിൽ നിന്നും പോന്നത്. ഇങ്ങോട്ടേക്കാന്ന് പറഞ്ഞില്ല. അത് ഞാൻ ഈ അമ്മയുടെ മുമ്പിൽ ഇപ്പം ഞാൻ ഏറ്റു പറയുകയാണ്. ഇവിടെ വന്നു ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. ഭർത്താവ് ഉടമ്പടി എടുത്തു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തില്ല. ഞങ്ങളുടെ കടഭാരം കൂടി വന്നതുകൊണ്ട് ഞങ്ങളുടെ സ്ഥലം വിൽക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത്. അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. അച്ഛൻ കാശുരൂപം തന്നു. ഞങ്ങൾ ആ കാശുരൂപം സ്ഥലത്ത് കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ സ്ഥലം വിൽപ്പന നടന്നില്ല. ഭർത്താവ് ഉടമ്പടി എടുത്തിട്ടും നടന്നില്ല. അത് കഴിഞ്ഞ ശേഷം ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഞാനും പ്രാർത്ഥിച്ചു. അച്ഛനെ കണ്ടു. അച്ഛൻ വീണ്ടും കാശുരൂപം തന്നു. ഞങ്ങൾ അതവിടെ കൊണ്ട് കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചു. അവിടെയും പരാജയമാണ് സംഭവിച്ചത്. കടഭാരം വീണ്ടും വീണ്ടും കൂടി ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരവസരത്തിലാണ് എനിക്ക് ഇസ്രയേലിലേക്ക് കയറി പോകാനായിട്ട് ഒരു ചാൻസ് ലഭിക്കുന്നത്. ഒരു പുതിയ വാതിൽ പരിശുദ്ധമ്മ ഞങ്ങൾക്ക് വേണ്ടി തുറക്കുകയായിരുന്നു അവിടെ. പക്ഷേ ഈ 40 ലക്ഷം കടത്തിൽ നിൽക്കുന്ന ഞങ്ങൾ എങ്ങനെ ഏജൻറ്റിന് 16 ലക്ഷത്തോളം രൂപ കൊടുത്ത് കയറിപ്പോകും? അതായിരുന്നു വീട്ടിലെ ചോദ്യം. പക്ഷെ ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും പോകണം. ഹസ്ബൻഡ് സമ്മതിച്ചില്ല. ഞാൻ കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു ദിവസം രാവിലെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, നമുക്ക് എന്നാൽ ആ പ്രൊസീജിയർ തുടരാം, നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. ആധാർ മുതൽ ഡേറ്റ് ഓഫ് ബർത്ത് വരെ ഉള്ള എല്ലാ പേപ്പറുകളിലും ഇൻകറക്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അതെനിക്ക് ശരിയാക്കി വെറും 1 മാസം കൊണ്ട് എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ശരിയാക്കി തന്നു. അതിനുശേഷം അടുത്തത് പോകാനുള്ള പണമായിരുന്നു. 16 ലക്ഷം രൂപ എവിടുന്ന് എങ്ങനെ കണ്ടെത്തും? ഞങ്ങളൊരു ചിട്ടിക്ക് ചേർന്നു. ചിട്ടി ഞങ്ങൾക്ക് ആദ്യമേ തന്നെ അമ്മയുടെ കൃപയാൽ വിളിക്കുവാൻ സാധിച്ചു. പക്ഷേ ചിട്ടി വിളിച്ചപ്പോഴും അവിടെയും പ്രതിസന്ധികൾ. ചിട്ടിക്ക് ഈട് നൽകേണ്ടതുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്ഥലമെല്ലാം ജപ്തിയിൽ കിടക്കുന്ന സ്ഥലമൊന്നും ഈട് കൊടുക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നു. ഒരുപാട് ആൾക്കാരുകൾ ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നു. പക്ഷേ കുടുംബക്കാരോ സുഹൃത്തുക്കളോ ഒന്നും ഞങ്ങളെ ആ സമയത്ത് സഹായിക്കുവാൻ മുന്നോട്ട് വന്നില്ല. പക്ഷേ എനിക്കിവിടെ അത് പറയാതിരിക്കാൻ മേല. ഞങ്ങളെ സഹായിച്ച ഒരു കുടുംബം, എൻ്റെ അച്ഛൻ പണിയെടുക്കുന്ന ആ വീട്ടിലെ അവർ പരിശുദ്ധ അമ്മയുടെ തീരുമാനപ്രകാരമാണ് അവരിങ്ങോട്ട് പറഞ്ഞു, ഞങ്ങളുടെ ആധാരം നിങ്ങൾക്ക് തരാം, നിങ്ങളത് കൊണ്ടുവച്ച് വേണ്ടുന്ന പേപ്പർ വർക്കുകളൊക്കെ ചെയ്തു കൊള്ളാൻ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു. അത് അമ്മ മാതാവാണ് അവരെ കൊണ്ട് പറയിപ്പിച്ചതെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യമുണ്ട്. അങ്ങനെ അവരുടെ ആധാരം തന്നു. ഞങ്ങൾ ചിട്ടിയുടെ ഇടപാടുകളൊക്കെ ക്ലിയറായി ചെയ്തു. പണത്തിൻ്റെ കാര്യവും ഓക്കെ ആയി.
പിന്നീടുള്ള കടമ്പ എന്ന് പറഞ്ഞാൽ ബോംബെയിലെ ഇൻ്റർവ്യൂ ആണ്. എല്ലാവർക്കും തന്നെ അറിയാം, ബോംബെയിലെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായ ഒരു സ്റ്റേജാണത്. അത് കടക്കുക എന്നുള്ളത് ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു കുറച്ച് ടഫാണ്. ഞാൻ ആവറേജിലും താഴെയാണ് എൻ്റെ ഗ്രാഫ് ഉള്ളത്. ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിച്ച് എങ്ങനെ ആ ഇൻ്റർവ്യൂ പാസ്സാകും എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഭർത്താവ് എന്നോട് പറഞ്ഞു, നീ ഉടമ്പടിയിലാണ്, പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് നിൻ്റെ കൂടെ വരും, നീ വിഷമിക്കേണ്ട കാര്യമില്ല, നീ പാസ്സാകുമെന്ന് പറഞ്ഞ് എനിക്ക് ധൈര്യം തന്നു. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഞാനൊരു ദിവസം ഉച്ചയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് ഞാൻ റൂമിൽ വന്ന് നിന്ന് കരഞ്ഞു. എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ലാഗ് വരുന്നത്, എന്താണ് എനിക്ക് കയറിപ്പോകാൻ പറ്റില്ലേ, ഞങ്ങളെ എന്താണ് ഇങ്ങനെ ഇതാക്കുന്നതെന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ കരഞ്ഞു ഒരുപാട്. അന്ന് രാത്രിയിൽ പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം എനിക്ക് എൻ്റെ റൂമിലുണ്ടായി. അമ്മ അവിടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് തന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. അത് ശരി തന്നെയായിരുന്നു. പിറ്റേ ദിവസം എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് കിട്ടി. ഇൻ്റർവ്യൂവിന് പോയി. എനിക്കറിയില്ല അവരെന്താണ് എന്നോട് ചോദിച്ചത്, ഞാൻ എന്താണ് അവിടെ പറഞ്ഞത്. ഞാനല്ല അവിടെ സംസാരിച്ചത്, പരിശുദ്ധ അമ്മയാണ് എൻ്റെ നാവിലൂടെ അന്ന് സംസാരിച്ചത്. അവരെന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇൻ്റർവ്യൂ ഓക്കെ ആണ് എന്ന് അവർ പറഞ്ഞു. സാധാരണ അവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പാസ്പോർട്ട് റിലീസാവണമെങ്കിൽ 2, 3, 4 ദിവസങ്ങളൊക്കെ എടുക്കും. എനിക്ക് പിറ്റേ ദിവസം തന്നെ എൻ്റെ പാസ്പോർട്ട് റിലീസായി. ആ ശനിയാഴ്ച തന്നെ എനിക്ക് ടിക്കറ്റും എടുത്തു, ഇസ്രായേലിലേക്ക് കയറി പോകാനും സാധിച്ചു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. കാശ് രൂപം കയ്യിലുണ്ടായിരുന്നു, ഉപ്പ് പാൻറ്റിൻ്റെ കീശയിലുണ്ടായിരുന്നു, ഉടമ്പടി തൈലം ഞാൻ ഉപയോഗിച്ച് കുരിശ് വരച്ച്, അങ്ങനെ പരിശുദ്ധ അമ്മയുടെ എല്ലാ ഉടമ്പടി നേർച്ച വസ്തുക്കളുമായിട്ടാണ് അമ്മേനെ കൂട്ടുപിടിച്ചാണ് ഞാൻ പോയത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാകാൻ സാധിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ 40 ലക്ഷം രൂപ കടത്തിൽ നിന്നും പരിശുദ്ധമ്മ ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത അത്ര ഉയരത്തിൽ, അത്രയും നല്ലൊരു സാലറിയിൽ ഞങ്ങളെ എത്തിച്ച് ഞങ്ങളുടെ കടങ്ങൾ ഒരു 3/4 ഭാഗമോളം ഞങ്ങൾക്ക് തീർക്കാൻ സാധിച്ചു. പരിശുദ്ധ അമ്മയും തിരുകുമാരനും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന് നന്ദി പറയുകയാണ്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമതായി, ഇസ്രായേലിൽ ചെന്നപ്പം മുതൽ എനിക്കൊരാഗ്രഹമാണ് ജെറുസലേമിൽ ജോലി ചെയ്യുക എന്നുള്ളത്. എല്ലാവർക്കും അറിയാലോ, ജെറുസലേമിലാവുമ്പം പള്ളി, കാൽവരി എല്ലാം അവിടെയാണുള്ളത്. അപ്പോൾ എനിക്കൊരാഗ്രഹം അവിടെ ഒന്ന് ജോലി ചെയ്യണം. അപ്പം ഞങ്ങൾ നിലവിലൊരു എംപ്ലോയറുടെ കീഴിലാണുള്ളത്. ആ എംപ്ലോയർ മരിച്ചാൽ മാത്രമേ എനിക്ക് അവിടുന്ന് ആ ഏരിയയിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ചെന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന അമ്മച്ചി പ്രായമായ ഒരു അമ്മച്ചിയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഏജൻറ്റിനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഈ അമ്മച്ചീനെ നോക്കാൻ സാധിക്കില്ല, ഇച്ചിരി വളരെ ബുദ്ധിമുട്ടായ ഒരു ജോലിയാണ്, എനിക്ക് ഇവിടുന്ന് മാറണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ഏജൻറ്റ് എന്നോട് പറഞ്ഞു, നീ അവിടെ തന്നെ നിൽക്ക്, അത് നിനക്ക് സാധിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എല്ലാം പരിശുദ്ധമ്മയുടെയും തിരുകുമാരൻ്റെയും കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ ആ ജോലിയിൽ തുടർന്നു. എനിക്ക് അവിടെ നിന്ന് ജോലി മാറി ജെറുസലേമിലേക്ക് പോകുവാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ കാൽവരിയിൽ പോയി എല്ലാ ഞായറാഴ്ച പ്രാർത്ഥിക്കുവാനും അവിടെ പള്ളിയിൽ പോകാനും അങ്ങനെ ഉള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഇപ്പോൾ എനിക്ക് കിട്ടുന്നു. അതുമല്ല, വേറെ എനിക്ക് വേണ്ടി അവിടെ ഒരു ജോലി ജെറുസലേമിൽ ഒരുങ്ങുകയായിരുന്നു. ഞാൻ പോലും അറിയാതെ പരിശുദ്ധമ്മ എനിക്ക് വേണ്ടി അവിടെ ഒരു ജോലി ഒരുക്കുകയായിരുന്നു, നല്ലൊരു ജോലി. ഞാൻ അവിടെ പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് തിരികെ വന്ന് ഞാൻ പോയി കണ്ട ജോലിയിൽ തന്നെ എനിക്ക് കയറാൻ സാധിക്കുകയും ആ ജോലിയിൽ തന്നെ ഇപ്പം ഞാൻ തുടരുകയും ചെയ്യുകയാണ്. നല്ലൊരു ഫാമിലി. ആ ഫാമിലി എപ്പോഴും എന്നോട് പറയും, അവർക്കറിയാം ഞാൻ ഇതുപോലെ അമ്മേനെ പ്രാർത്ഥിക്കുന്നുണ്ടാകും. അവരെന്നോട് പറയും, നിൻ്റെ മരിയ ഭയങ്കര ശക്തിയുള്ള മരിയയാണ്, അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾക്ക് തന്നേ, നല്ലൊരു ഭവനത്തിൽ നിനക്ക് വരാൻ സാധിച്ചത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ അമ്മ മാതാവിനെ പറ്റി പറയുകയും ചെയ്യും. പിന്നെ എനിക്കൊരു രോഗസൗഖ്യം, എനിക്ക് അവിടെ ഇസ്രായേലായിരുന്ന സമയത്ത് വയറുവേദന വരികയുണ്ടായി. അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ മാസങ്ങളോളമൊക്കെ നിൽക്കേണ്ട അവസ്ഥകളുണ്ട്. അങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടിയ സമയത്ത് ഡോക്ടറെ കണ്ടപ്പോൾ വയറുവേദന മൂലം കൂടുതൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും എൻഡോസ്കോപ്പി ചെയ്യുകയും വേണമെന്ന് ഡോക്ടർ പറയുകയുണ്ടായി. പക്ഷേ എനിക്ക് അതൊക്കെ വളരെയധികം പേടിയായിരുന്നു, എങ്ങനെയാകും ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഓർത്തുകൊണ്ട്. അപ്പോൾ അവർ തന്ന മരുന്ന് ഒരു മാസത്തോളം ഞാൻ മരുന്ന് കഴിച്ചു. പിന്നീട് വയറുവേദന കുറയുന്നില്ല. അതിനുശേഷം ഒരു ദിവസം ഞാൻ ആ മരുന്നുകളെല്ലാം ഉപേക്ഷിച്ച് പരിശുദ്ധ അമ്മയുടെ ഉപ്പ്
വെള്ളത്തിൽ കലക്കി കുടിക്കുകയും പിന്നീട് എനിക്ക് ആ വയറുവേദന പൂർണ്ണമായും മാറുകയും വേറെ ഒരു ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ടതായും വന്നിട്ടില്ല. അതും പരിശുദ്ധമ്മയും തിരുകുമാരനും എനിക്ക് നേടിത്തന്ന ഒരു രോഗസൗഖ്യമാണ്. പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ ചെയ്യുന്നത് പേപ്പർ മേടിച്ച് അവിടെ അധികവും ഹിന്ദുക്കളുടെ ഇടയിലാണ് ഞാൻ കൊടുക്കാറ്. ഈശോയിനെ അറിയാത്തവരെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അധികവും ഹിന്ദുക്കളുടെ ഇടയിൽ കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തിയായി ചെയ്യുന്നത് ഞങ്ങളുടെ അടുത്തൊരു വൃദ്ധമന്ദിരമുണ്ട്. അവിടെ പോയി അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കുകയും ഫുഡിനുള്ള പൈസ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു വിഹിതം ഞാൻ 2 ഭവനങ്ങളിലേക്ക് എല്ലാ മാസവും സാലറി കിട്ടുന്ന സമയത്ത് തന്നെ നൽകാറുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ. പിന്നെ എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അത് കഴിഞ്ഞ് ജപമാല പുസ്തകം വാങ്ങി ജപമാല ചൊല്ലും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടാറുണ്ട്. ഉടമ്പടി ധ്യാനം ഒരാഴ്ച പോലും മുടക്കാതെ എല്ലാ ആഴ്ചകളിലും അതും കാണാറുണ്ട്. സാക്ഷ്യങ്ങൾ കാണാറുണ്ട്. സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഉടമ്പടിയിൽ വന്നേ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന മാറ്റം, സമാധാനവും സന്തോഷവും ഒക്കെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇതിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു ഹിന്ദുവായ ഞങ്ങളെ ഇന്ന് ഈ അൾത്താരയിൽ ഇത്രയും സന്തോഷത്തോടു കൂടി നിർത്താൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും സാധിച്ചെങ്കിൽ ഇനി മുന്നോട്ടും ഞങ്ങൾ ഈ ഉടമ്പടി മനസ്സോടുകൂടി തന്നെ ഉടമ്പടി ജീവിത രീതിയിൽ തന്നെ തുടരുമെന്ന് ഈ അൾത്താരയിൽ നിന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. നാം ഓരോരുത്തരും കണ്ണീരോടെ ആവാം ഇവിടെ ഇരിക്കുന്നത്, പക്ഷെങ്കിൽ നമ്മെ ആശ്വസിപ്പിച്ച് നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. ഒരുപക്ഷെ നമുക്കും കാലിടറുന്ന നിമിഷങ്ങളിലാവാം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലായിരിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മെ നീരൊഴുക്കിലേക്ക് നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ വഴി സുഗമമാക്കുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. നമ്മുടെ ജീവിതത്തിലെ സന്ധിയിൽ ദൈവത്തിൻ്റെ അടുക്കിൽ വന്ന് നമ്മെ ഉപേക്ഷിക്കാത്ത ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കാം. പ്രാർത്ഥനയിൽ കരയുന്നത് ഒരു ദുർബലമല്ല, ഈശോയുടെ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ആഴമറിയാനുള്ള ഒരു വഴിയാണ്. അത് വിശ്വാസത്തിൻ്റെ അടയാളമാണ്. നമ്മെ നേരായ വഴിയിലൂടെ നടക്കാനും ഒരിക്കലും ഇടറാതിരിക്കാനും അനുഗ്രഹിക്കുന്ന ആ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഇടപെടുന്ന ആ സംരക്ഷണം നൽകുന്ന ആ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിച്ച് ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സുജിഷ വിനീഷിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.